ചരിത്രപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല ഇന്ന് ആറ്റുകാൽ ഭഗവതി ക്ഷേത്രവും പരിസരവും ഭക്തരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. രാവിലെ 10 മണിക്ക് പണ്ടാര അടുപ്പിൽ തീ പകരുന്നതോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമാവുക. പൊങ്കാലയിടുന്നതിന് മുന്നോടിയായി സ്ത്രീകൾ ആറ്റുകാൽ ദേവീക്ഷേത്രത്തിൽ എത്തിയിട്ടുണ്ട്. വിവരങ്ങൾ നൽകാനായി ആറ്റുകാൽ ക്ഷേത്ര പരിസരത്ത് നിന്ന് കൃപാനാരായണനും അല്ലമീനും ചേരുന്നുണ്ട്. ആദ്യം കൃപയിലേക്ക്. കൃപ, ചടങ്ങുകൾ 10 മണിയോടെയാണ് തുടക്കമാവുക എന്ന് പറയുന്നുണ്ട്. എന്തൊക്കെയാണ് ഇന്നത്തെ പ്രധാന ചടങ്ങുകൾ? എത്രമാത്രം തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് അവിടെ? നിസ, ഭക്തിസാന്ദ്രമാണ് ആറ്റുകാൽ. വലിയൊരു നീണ്ട നിര തന്നെയാണ് ദേവിയെ കണ്ട് തൊഴുത് പൊങ്കാലയ്ക്ക് മുമ്പ് ദേവിയെ കണ്ട് തൊഴുത് അനുഗ്രഹം വാങ്ങാനായി രാവിലെ മുതൽ നീണ്ട ആയിരങ്ങളാണ് ക്യൂവിലുള്ളത്. 10 മണിക്ക് പണ്ടാരയടുപ്പിൽ തീ പകരുന്നതോടെയാണ് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് തുടക്കമാവുക. ക്ഷേത്രം തന്ത്രി പരമേശ്വരൻ വാസുദേവൻ ഭട്ടതിരിപ്പാട് ദീപം തെളിയിച്ച ശേഷം ശ്രീകോവിലിൽ ദീപം തെളിയിച്ച മേൽശാന്തിക്ക് കൈമാറും. അതിനുശേഷമാണ് പണ്ടാരയടുപ്പിൽ തീ പകരുക. 1:30ക്കാണ് പൊങ്കാല നിവേദ്യം. പതിവിൽ നിന്ന് വ്യത്യസ്തമായാണ് ഇത്തവണ 1:30ക്ക് പൊങ്കാല നിവേദ്യം തീരുമാനിച്ചത്. 250ഓളം ശാന്തിമാരെയാണ് പൊങ്കാല നിവേദ്യത്തിനായി തെരഞ്ഞെടുത്തിട്ടുള്ളത്. വിവിധ ഭാഗങ്ങളിലുള്ള പൊങ്കാല അടുപ്പുകളിലെത്തി നിവേദ്യം തളിക്കുന്നതിനായി 250ഓളം ശാന്തിമാരെ വിന്യസിച്ചിട്ടുണ്ട്. വലിയൊരു ഭക്തജനക്കൂട്ടം തന്നെയാണ് ഇവിടെയുള്ളത്. ഇവരെ നിയന്ത്രിക്കാൻ 3500-ലധികം പോലീസുകാരെ ക്ഷേത്രത്തിന് പരിസരത്ത് തന്നെ വിന്യസിച്ചിട്ടുണ്ട്. 3500-ലധികം പോലീസുകാരാണ് സുരക്ഷയ്ക്കായി വിന്യസിച്ചിട്ടുള്ളത്. വലിയ സജ്ജീകരണങ്ങൾ തന്നെയാണ് ഭക്തർക്കായി ഒരുക്കിയിട്ടുള്ളത്. വിവിധ ഭാഗങ്ങളിലെല്ലാം ഇപ്പോൾ തന്നെ അടുപ്പുകളെല്ലാം നിരന്നു കഴിഞ്ഞു. ഭക്തരെല്ലാം തന്നെ പൊങ്കാലയ്ക്കുള്ള ഒരുക്കങ്ങളെല്ലാം ക്രമീകരിച്ച ശേഷമാണ് ക്ഷേത്രത്തിൽ തൊഴുവാനായി എത്തിയിട്ടുള്ളത്. ഇവിടെ മാത്രമല്ല, മറ്റു പല ഭാഗങ്ങളിലേക്കും ക്ഷേത്രത്തിന്റെ പരിസരങ്ങളിലെല്ലാം തന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ കൃപ ഇപ്പോൾ നൽകിയിരിക്കുന്ന വിവരങ്ങൾ ക്ഷേത്രത്തിന്റെ പരിസരത്ത് നിന്നുള്ളതാണ്. ക്ഷേത്രത്തിന് പുറത്തും എനിക്ക് തോന്നുന്നു തിരുവനന്തപുരം നഗരം മൊത്തം ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് പൊങ്കാല അടുപ്പുകൾ നിരന്നിട്ടുണ്ടാകും. അതിന്റെ വിവരങ്ങൾ നൽകുന്നതിന് വേണ്ടി അല്ലമീനുണ്ട്. അമീൻ, പുറത്തുള്ള ഒരുക്കങ്ങൾ എത്രമാത്രം തകൃതിയായി നടക്കുന്നു? അവസാനവട്ട ഒരുക്കത്തിലായിരിക്കും. എപ്പോഴാണ് ചടങ്ങുകൾ തുടങ്ങുക? എന്തൊക്കെയാണ് വിവരങ്ങൾ? അപർണ, 10 മണിയോടുകൂടിയാണ് പണ്ടാരയടുപ്പിൽ തീ പകരുന്നതോടുകൂടി ആറ്റുകാൽ പൊങ്കാലയ്ക്ക് തുടക്കമാവുക. ആറ്റുകാൽ ക്ഷേത്രത്തിന് പരിസരത്ത് ഏതാണ്ട് 10 കിലോമീറ്റർ ചുറ്റളവിൽ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വേണ്ടിയുള്ള പൊങ്കാല കലങ്ങൾ നിരന്നു കഴിഞ്ഞു. തലസ്ഥാന നഗരിയുടെ ഏതാണ്ട് എല്ലാ ഭാഗങ്ങളും ആറ്റുകാൽ അമ്മയുടെ ഭക്തജനങ്ങൾ, 10,000-കണക്കിന് വരുന്ന സ്ത്രീ ഭക്തജനങ്ങൾ കൈയടക്കിയെന്ന് തന്നെ പറയാം. ഇന്നലെയും മെനിഞ്ഞാന്നുമായിട്ട് തന്നെ പലരും പല ഭാഗങ്ങളിലായി എത്തി അവരുടെ സ്ഥാനമുറപ്പിച്ച് ആറ്റുകാൽ അമ്മയുടെ വർഷം തേടുന്നതിനായി കാത്തിരിക്കുകയാണ്. ഇന്ന് രാവിലെ മുതലും പലരും എത്തി തുടങ്ങി. അതിന്റെ ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 10 മണിയോടുകൂടിയാണ് ചടങ്ങുകൾക്ക് തുടക്കം കുറിക്കുക. നേരത്തെ കൃപ സൂചിപ്പിച്ചതുപോലെ 1:30ക്കാണ് നിവേദ്യം. കഴിഞ്ഞ ഒരു വർഷക്കാലം കാത്തിരുന്ന് ആറ്റുകാൽ അമ്മയുടെ അനുഗ്രഹ വർഷം തേടുന്നതിന് ഭക്തിസാന്ദ്രമായ ഒരു നിമിഷത്തിൽ തന്നെയാണ് സ്ത്രീ ഭക്തജനങ്ങളൊക്കെ തന്നെയും ഒത്തുകൂടിയിട്ടുള്ളത്. 10,000-കണക്കിന് സ്ത്രീ ഭക്തജനങ്ങൾ തന്നെയാണ് ആറ്റുകാൽ ക്ഷേത്രത്തിലും. അമീൻ സൂചിപ്പിച്ചതുപോലെ 10,000-കണക്കിന് ഭക്തരാണ്, സ്ത്രീകളാണ് അവിടെ എത്തുന്നത്. അവർക്ക് വേണ്ടിയുള്ള മറ്റ് സഹായങ്ങൾ എങ്ങനെയാണ് അവിടെ ഒരുക്കിയിരിക്കുന്നത്? യാത്രാ സൗകര്യങ്ങൾ, അതുപോലെ ഭക്ഷണം, അതുപോലെയുള്ള സൗകര്യങ്ങൾ എങ്ങനെയാണ്? അവർക്ക് വെള്ളം എല്ലാം എങ്ങനെയാണ് എത്തുന്നത്? നിസ, യാത്രാ സൗകര്യം റെയിൽവേയും KSRTCയും ഭക്തജനങ്ങൾക്കായി പ്രത്യേക സർവീസുകൾ നടത്തുന്നുണ്ട്. ഒപ്പം നഗരത്തിലെ സുരക്ഷാ സംവിധാനങ്ങളൊക്കെ തന്നെ നിയന്ത്രിക്കുന്നതിന് പോലീസ് സംവിധാനവും സജ്ജമാണ്. ആറ്റുകാൽ ക്ഷേത്രവും പരിസരവും തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ സ്പർജൻ കുമാറിന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥരാണ് ആറ്റുകാൽ ക്ഷേത്രത്തിലെയും പരിസരത്തെയും സുരക്ഷാ ചുമതലകൾ ഏറ്റെടുത്തിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായി നഗരത്തിലെ ഏതാണ്ട് 3500-ലധികം പോലീസുകാരെ നിയോഗിച്ചിട്ടുണ്ട് സുരക്ഷാ ഡ്യൂട്ടികൾക്കായി. ഒപ്പം ആറ്റുകാൽ ക്ഷേത്രവും പരിസരവും ഒക്കെ തന്നെ 24 മണിക്കൂറും സിറ്റി പോലീസ് കമ്മീഷണറുടെയും പോലീസ് കൺട്രോൾ റൂമിന്റെയും നിരീക്ഷണത്തിലായിരിക്കും. 70-ലധികം നിരീക്ഷണ ക്യാമറകൾ നഗരത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ വിവിധ റെസിഡൻസ് അസോസിയേഷനുകളും ക്ലബ്ബുകളും കേന്ദ്രീകരിച്ച ഭക്തജനങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങളും മാത്രമല്ല ക്ഷേത്ര പരിസരത്തും തിരുവനന്തപുരം നഗരത്തിൽ എമ്പാടും വൻ ക്രമീകരണങ്ങളാണ് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. 10 മണിയോടുകൂടി തന്നെ പണ്ടാരടുപ്പിൽ തീ പകരുന്നതോടുകൂടി ചടങ്ങുകൾക്ക് തുടക്കമാകും. വിവരങ്ങളാണ് അല്ലമീനും കൃപാനാരായണനും നൽകിയത്.